ശരത്ത്, ഇപ്പോൾ പോലീസ് സംഘം ആ വീടിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്, മാത്രമല്ല ഇനി അന്വേഷണത്തോട് സഹകരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബത്തോട് ചോദിക്കും. ആ നിലയിലുള്ള വിവരങ്ങളാണോ? തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോയുടെ ടവർ ലൊക്കേഷൻ നോക്കുന്ന സമയത്ത് പോലീസ് രാവിലെ തന്നെ പറഞ്ഞിരുന്നു പൊള്ളാച്ചിയാണ് ടവർ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളതെന്നുള്ളത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നുമില്ല. അദ്ദേഹം എവിടെയാണെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് യാതൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. എന്തു തന്നെയായാലും അന്വേഷണമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കുമെന്ന് തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് ICCയുടെ നോട്ടീസ് ലഭിച്ചപ്പോഴും അവർ പ്രതികരിച്ചത് തന്നെയായിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ നിലവിലെത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളം ടൗൺ നോർത്ത് പോലീസിന്റെ വാഹനത്തിൽ 2 ഉദ്യോഗസ്ഥരാണ്, പോലീസ് ഉദ്യോഗസ്ഥരാണ് എത്തിയിട്ടുള്ളത്. അവർ ഇത്തരത്തിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് തെളിവെടുപ്പിനും മൊഴിയെടുപ്പിനുമായിട്ട് ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകാനാണ് എത്തിയിട്ടുള്ളത്. ഇതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകുമോ എന്നാണ് നോക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഔദ്യോഗിക പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഷൈൻ ടോം ചാക്കോ അന്വേഷണവുമായിട്ട് ഏത് രീതിയിലുള്ള അന്വേഷണവുമായിട്ട് സഹകരിക്കും എന്ന് തന്നെയാണ് ബന്ധുക്കളോട് നമ്മൾ അനൗദ്യോഗികമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വർഷ, അപ്പോഴും നേരത്തെയൊക്കെ ഈ ഷൈൻ ടോം ചാക്കോയുടെ പിതാവൊക്കെ പറഞ്ഞിരുന്നു പൂർണ്ണമായും തങ്ങൾ അന്വേഷണവുമായി സഹകരിക്കും, ആ നിലയിൽ തന്നെ തുടർ നടപടികളുമായി പോലീസിന് മുൻപോട്ട് പോകാം എന്നൊരു ഉറപ്പൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ ലഭിച്ചിരുന്നു. തീർച്ചയായിട്ടും അവർ എല്ലാ ഘട്ടത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഇത്തരത്തിൽ ഇന്റേണൽ കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ICCയുടെ നോട്ടീസ് ലഭിച്ചപ്പോഴും അവർ തന്നെയാണ് പറയുന്നത്. അവർ ഇത്തരത്തിലൊരു ആക്ഷേപം ഉയർത്തിരിക്കെ നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ വന്നിട്ട് ഇവർ ഈ ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ അപ്പോഴെല്ലാം പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും തങ്ങൾ സഹകരിക്കും, അതിനകത്ത് യാതൊരു ഉപേക്ഷയും കാണിക്കില്ല എന്ന കാര്യം തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ട് 2 പേർ എത്തിയിരിക്കുന്നത് നോട്ടീസ് നൽകുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഇനി എന്നത്തേക്കാണ് ഹാജരാകാൻ ആവശ്യപ്പെടുക, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൈൻ ടോം ചാക്കോ എന്തെങ്കിലും അസൗകര്യം അറിയിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് ഇപ്പോൾ മാത്രം ഈ പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമാണ് അവരുടെ പ്രതികരണം ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഔദ്യോഗികമായിട്ട് പറയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണവുമായിട്ട് എല്ലാ ഘട്ടത്തിലും എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമെന്ന് തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുടെ ബന്ധുക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. വർഷ, അപ്പോഴും ശരത്ത്, ഒരു കാര്യം കൂടിയുണ്ട്, ഈ നടി നൽകിയ പരാതിയിലും ഒരു വിശദീകരണം തേടാനും സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു വിശദീകരണം നടിയുടെ ഭാഗത്തു നിന്ന് തേടാൻ സാധ്യത കാണുന്നുണ്ട്. ഇന്നലെ നമ്മൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ MP രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നടി നൽകിയ പരാതിയിൽ 2 വശങ്ങളുണ്ട്. ഒന്ന് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം, മറ്റൊന്ന് ലഹരി ഉപയോഗം എന്നുള്ളതാണ്. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നടിയുടെ സ്ത്രീത്വം അപമാനിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പോലീസുമാണ് അന്വേഷിക്കുന്നത്. ആ നടിയുടെ പരാതി ഈ വിഷയത്തിൽ വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ നോട്ടീസ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം തേടുക, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിന് ഇറങ്ങി ഓടി, ഒരു ലഹരി വിൽപ്പനക്കാരനെ തേടി വന്നപ്പോഴാണ് ഇത്തരത്തിൽ 3ാം നിലയിൽ നിന്നും താഴത്തേക്ക് ചാടി ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനകത്ത് കൂടുതൽ വ്യക്തത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് ഇപ്പോൾ നോട്ടീസ് നൽകുന്നത്. നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷ, അവിടെയാണ് ശരത്ത്, ഈ വിൻസി അലൂഷ്യസ് ഇപ്പോൾ ഈ നടന്റെ പേര് വെളിപ്പെടുത്തി ഒരു പരാതി നൽകിയിട്ടില്ലെങ്കിലും ഈ ലഹരി ഉപയോഗിച്ച് തനിക്കെതിരെ മോശമായി പെരുമാറി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അതിൽ ഈ എക്സൈസ് സംഘം ആ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത ഒരു അന്വേഷണം തുടരുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും വിൻസി നിലവിൽ നൽകിയിട്ടുള്ളത് ഫിലിം ചേംബറിന്, അമ്മയ്ക്ക്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾക്കാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊന്നും പരാതി നൽകിയിട്ടില്ല, പോലീസ് എക്സൈസ് സംവിധാനങ്ങൾക്ക് പരാതി നൽകിയിട്ടില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്ന സ്ഥിതിക്ക് സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗം വളരെ വ്യാപകമാണ് എന്ന രീതിയിൽ ആക്ഷേപം മുമ്പ് തന്നെ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നൊരു പരാതി ഉയർന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും കർശനമായ രീതിയിൽ ചില പരിശോധനകളും അതിൻ്റെ ഭാഗമായിക്കൊണ്ടുണ്ടാകും. സ്വാഭാവികമായിട്ടും വിൻസിയുടെ പരാതിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വർഷ,
ശരത്തോങ്കലൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ, അതായത് ഈ ഹോട്ടലിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നു. ആ പരിശോധനയ്ക്ക് എത്തുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു നിലയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോഴും പോലീസ് സംഘം ചോദിക്കുന്നത്, നിലവിൽ ഹോട്ടലിലുള്ള നടത്തിയ പരിശോധനയിൽ ലഹരി ഒന്നും കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ലഹരി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് പോലീസ് സംഘം ചോദിക്കുന്നത്. അപ്പോൾ അതിലാണ് വിശദീകരണം നൽകാൻ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ശരത് ഓങ്ങല്ലൂർ അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നുണ്ട്. ശരത്ത്, എപ്പോഴായിരിക്കും ഈ പോലീസ് സംഘം കുടുംബത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക? ഇനി എത്ര നേരം ഉണ്ടാകും ഈ ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും? വർഷ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു കൃത്യമായൊരു സമയം പറയുക. ഇതിനകത്ത് ഏതാണ്ട് ഒരു 5 മിനിറ്റുകൾ മുമ്പാണ് പോലീസ് സംഘം എത്തുന്നതും ഇവരുടെ വീട്ടിലേക്ക് അകത്ത് കയറുകയും ചെയ്ത് പോലീസ് സംഘം കയറിയ പാടെ തന്നെ വീടിൻ്റെ വാതിൽ അടച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഏതൊക്കെ രീതിയിലാണ് ഇവരോട് കാര്യങ്ങൾ തിരക്കുന്ന കാര്യങ്ങൾക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ പുറത്തെത്തിയാൽ മാത്രമാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ പോലീസ് സംഘം, അത് 2 പേരടങ്ങിയ പോലീസ് സംഘം ഇപ്പോഴും ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ ബന്ധുക്കളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യുന്ന തെളിവെടുപ്പിന് പരിശോധനയ്ക്ക് വേണ്ടി ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള നോട്ടീസ് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഷൈൻ ടോം ചാക്കോ നിലവിൽ എവിടെയാണുള്ളത്, വീട്ടുകാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കകത്ത് പോലീസ് ഒരു വ്യക്തത വരുത്തിയേക്കും. അതിനുശേഷം ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം നമുക്കുണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസ് സംഘം ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ ബന്ധുക്കളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയതിനു ശേഷം, ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയതിനു ശേഷം തിരിച്ചെത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വർഷ, ഇപ്പോൾ പോലീസ് സംഘം പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്റ്റേഷനിൽ ഹാജരാകുന്നുണ്ട്. നാളെ 10 മണിക്ക്. പിന്നെ അതിലെന്താണ് കത്തിലെന്താ സൂചിപ്പിക്കുന്നത്? അതിൽ വേറെ ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. നാളെ ഒന്ന് ഹാജരാകാനെ കുറിച്ച് നോർത്ത് സ്റ്റേഷൻ. ഓക്കെ, താങ്ക് യു. നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവർ കൈപ്പറ്റിയിട്ടുണ്ട്. ആർക്ക് കൊടുത്തത്? ഫാദറിനാണ് കൊടുത്തത്. അവർ ഹാജരാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. പോലീസ് സംഘം ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി കുടുംബത്തിന് നോട്ടീസ് നൽകി. മറ്റു ചർച്ചകൾക്ക് ശേഷം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായും അന്വേഷണത്തിന് സഹകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് സംഘം പറയുന്നത്. ശരത്ത് തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശരത്ത്, കുടുംബം പൂർണ്ണമായും സഹകരിക്കും, ആ നിലയിൽ അന്വേഷണം പുരോഗമിക്കും എന്ന് തന്നെയല്ലേ പോലീസും പറയുന്നത്? നാളെ രാവിലെ 10 മണിക്ക് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവാണ് ഈ നോട്ടീസ് കൈപ്പറ്റിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും എന്ന് തന്നെയാണ് ബന്ധുക്കൾ മുമ്പും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരോടും അത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10 മണിക്ക് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വർഷം, ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിൽ ഇപ്പോൾ പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. മാത്രമല്ല നോട്ടീസും നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് തന്നെ പോലീസിന് മുൻപിൽ ഹാജരാകും എന്നുള്ള ഒരു വിവരമാണ് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യൽ, മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും.